ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും, അതെ, കയക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ചുമ്മാ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടത്. വൈറ്റ് ഫീൽഡിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് അപ്പുറത്തേക്ക് ഒരു കയക്കിംഗ് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് പോയി നോക്കാം. അപ്പം നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. അത്യാവശ്യം കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട്. പിന്നെ വീക്ക് ഡേയ്സിനെ കമ്പയർ ചെയ്യുമ്പം ഇത് വലിയ പ്രശ്നമല്ല. നമ്മളിത് പ്രീ ബുക്ക് ചെയ്യണം. ലൈക്ക് ഇന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഇന്ന് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ 5 to 6 ടൈം സ്ലോട്ടാണ് എടുത്തത്. കാരണം ഇപ്പം അങ്ങനെ 6 മണി കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുട്ടാവുന്നൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ബുക്ക് ചെയ്യുന്ന ആ ടൈമിലൊക്കെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് മൂടിയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അറിയില്ല ഇനി മഴ പെയ്യുമെന്ന്. നമ്മളെന്തെങ്കിലും ബുക്ക് ചെയ്തല്ലേ നമുക്ക്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഹോസ്കോട്ടി ബിരിയാണി. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ദം ബിരിയാണി ഷോപ്സ് കുറേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇത് തന്നെയാണെന്ന്. മുന്നേ 2 വട്ടം കയക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു, ഒന്ന് തായ്ലൻഡ് പോയപ്പോഴാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഷ്ടമാണോ കയക്കിംഗ് ചെയ്യാൻ? മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. ഇത്രയും ദിവസം ഇവിടെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ കറക്റ്റ് പുറത്തിറങ്ങി. അത് നമ്മൾ കയക്കിങ്ങിന് പോകുമ്പോൾ തന്നെ മഴ പെയ്തു. പക്ഷെ എന്നാലും നമ്മൾ തളരില്ല. നമ്മൾ റെയിൻ കോട്ട് വാങ്ങിയിട്ടാണെങ്കിലും ചെയ്യും കയക്കിങ്. ഞാൻ ചെയ്യോ? മഴ പെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടോ, മഴ പെയ്യാൻ തുടങ്ങി. ഇനിയിപ്പം എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്ത് ചെയ്യുന്നു. പക്ഷെ കുഴപ്പമില്ല, ലെറ്റ്സ് സീ. അവിടെ വലിയ മഴ ഉണ്ടാവില്ല. മഴ ഉണ്ടാവും അവിടെ, കാരണം നമ്മളിപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. ആക്ച്വലി 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ 4 മണി തൊട്ട് 5. പക്ഷെ നമ്മളൊരു 15 മിനിറ്റ് മുന്നേ അവിടെ എത്തണം. നമ്മൾ നേരത്തെ, നമ്മൾ എവിടെ പോയാലും അങ്ങനെയാണ്, നമ്മൾ വളരെ നേരത്തെ എത്തുന്ന ആൾക്കാരാണ്. അതെ, കുറച്ച് ഓവറാ. ശരി, അത് കുറച്ച് ഓവറാ. ഈ ഒരു കാഴ്ച ഇത് നമ്മുടെ ബാംഗ്ലൂർ ഭയങ്കര റയർ ആയിട്ടൊരു കാര്യം. കാരണം 10 കിലോമീറ്റർ 10 മിനിറ്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ലൈക്ക് യുനോ. നമ്മൾ ഇത് ബാംഗ്ലൂരിൽ നിന്ന് ആക്ച്വലി നമ്മൾ ടൗണൊക്കെ കുറച്ചും ഇങ്ങോട്ട് വിട്ടിട്ടാണ് നമ്മൾ ചെന്നൈ റോഡ് പോകുമ്പോഴാണ് ഈ സ്ഥലം. എന്താ, ഹൊസ്കോട്ടല്ലേ? ഹൊസ്കോട്ടയിലാണ് ഇതുള്ളത്. യെസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് നമ്മൾ റീലിൽ കണ്ടത് വൈറ്റ് ഫീൽഡിൽ നിന്ന് 20 മിനിറ്റ്സ് അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ഫീൽഡ് വഴി പോകാത്തത്? നമുക്ക് നമ്മളെ വീടിന്റെ അവിടെ നിന്ന് കേരപുരം വഴി പോകുന്നതാണ്. ഓക്കെ, യെസ്, അപ്പം അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ഫീൽഡ് വഴി പോകാത്തത്. അടിപൊളി സ്ഥലം. നമ്മൾ ഈ ഹംപിയൊക്കെ പോകുമ്പോഴുള്ള പോലത്തെ ഒരു സ്ഥലം, നിറച്ച് കുറച്ച് കാടൊക്കെ ആയിട്ട് നൈസ്. മലർമഞ്ഞളാടിയ, ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടും, പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും ക്യാരി ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്താകെ കൊള്ളാവൂന്ന് എനിക്കൊരു പേടിയുണ്ട്. ഡ്രസ്സ് എടുക്കാന്നൊക്കെ നമ്മുടെ അപ്പുക്കുട്ടൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. ഞാനത് കേട്ടിട്ടേ ഇല്ല. നമ്മളിപ്പോൾ കുട്ടിപ്പുരയിലാണുള്ളത്. നമ്മൾ ആക്ച്വലി ഔട്ട്സ്കേർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പച്ചപ്പും ഹരിതാഭയും എല്ലാം ഇവിടെ കാണാനുണ്ട്. കൊള്ളാം, നല്ല സ്ഥലമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരാം. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ഗ്രീനറി ഒക്കെ കാണാൻ, നമ്മുടെ കണ്ണിന് കുറച്ച് കുളിർമയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വഴി കൂടെ വരാം. അല്ലേ? നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എത്തും. 5 മിനിറ്റ്. യെസ്. ഇങ്ങനെ ഇതാ നമ്മൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. യെസ്, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടെ നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. ചായ കുടിച്ച് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി. സമയായില്ലേ? നല്ല അടിപൊളി ചായ ആയിരുന്നു അല്ലേ? കിടിലൻ ചായ ആയിരുന്നു. നല്ല കടുപ്പും നല്ല മധുരവും. പക്ഷെ കൊള്ളാം. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കധികം സമയമില്ല, കാരണം നമ്മൾക്ക് 5 മണി തൊട്ട് 6 മണി വരെയുള്ള സ്ലോട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ്സ് മുന്നേ അവിടെ എത്തണം. പക്ഷേ 5 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്, അല്ലേ? 5 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ വേഗം എത്തും. യെസ്, നമ്മൾ ഹൈവേന്ന് ഇങ്ങനത്തെ ഒരു ചെറിയ റോഡ് എടുത്തു.
ഇനി നമ്മളൊരു 2 മിനിറ്റ് കൊണ്ടെത്തും. നമ്മൾ നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീല്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതും കൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് നമ്മൾ വിചാരിക്കുക. ഈ റിവറാണോ നമ്മൾ കൈക്കിങ് ചെയ്യുന്ന റിവർ ആയിരിക്കാം, അറിയില്ല. നമ്മളുടെ ഇത് ബാംഗ്ലൂർ തന്നെയാണ്, പക്ഷെ കണ്ട ബാംഗ്ലൂർ പോലെ ഇല്ല. ഒരു ബാംഗ്ലൂർ അല്ല ഇത്, പക്ഷെ ഇത് ബാംഗ്ലൂരാണ്. ചേട്ടന്മാർ ഇവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങോട്ട് പോയിട്ടാണോ ജസ്റ്റ് നമുക്ക് നടന്നു നോക്കാം. അല്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ റോഡ് സൈഡിലാണ് നിർത്തിയിട്ടുള്ളത്. അമ്പലം പോലെ ഒരു കാവൊക്കെ പോലെയുള്ളൊരു നമ്മൾ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പക്ഷേ കാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു അടിപൊളി ഒരു വില്ലേജ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പോയ പോലത്തെ ഒരു ക്ലൈമറ്റ്. വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. കൊള്ളാം. നമ്മൾ ഇത്ര വിചാരിച്ചില്ല ഇത്ര സ്പേസ് ഉണ്ടെന്ന്. അതാണ് നമ്മുടെ അപ്പൂമ്മൻ വരുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൗണ്ടർ. കുറച്ചൊരു ടൈം ഉള്ളതുകൊണ്ട് നമ്മളോട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. നമുക്ക് നമ്മുടെ ലൈഫ് ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ പോവാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കിംഗ് സ്പോട്ട്. കണ്ടോ, നമ്മുടെ ബോട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? ഇനി ഈ വള്ളി എൻ്റെ ലൈഫ് ജാക്കറ്റ് ഇട്ട് സെറ്റ് ആയിരിക്കുകയാണ്. പക്ഷേ അത് ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് ചെയ്തോ? ഞാൻ ടൈറ്റ് ചെയ്തു. വെള്ളത്തിൽ വേണം പൊന്തി കിടക്കണമെങ്കിൽ. मैं पीटी कर रहा हूँ. जैकेट ले लिया, पैडल ले लिया. कोई ओके एवरीबॉडी. जिनके पास भी അങ്ങനെ ഞങ്ങളിതാ കയക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതുവരെ അവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയക്കിൽ കയറി ഇരുന്നപ്പോൾ തന്നെ മഴ ചാറാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ പോയി. പക്ഷേ പിന്നെ നല്ല കാറ്റായിരുന്നു. ഈ ഒരു ലേക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകെ 1-2 ആൾക്കാരെയൊക്കെ കാണാനുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് നേരം തുഴഞ്ഞ് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് റിലാക്സ് ചെയ്ത് അവിടേക്ക് തന്നെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ട്. ആൻഡ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എനിക്കറിയില്ല വീഡിയോയിൽ അത് എത്ര മനസ്സിലാവുന്നു. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പിന്നെ അവിടെ ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഫോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ എടുക്കണം, അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അവരൊട്ടും റെസ്പോൺസിബിൾ അല്ല. പക്ഷെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. 1 hour ആണ് നമുക്ക് അലോട്ട് ചെയ്ത ടൈം. ആ 1 hourൽ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ചൂസ് ചെയ്ത ടൈം 5 to 6 ആണ്. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈമിങ്. കാരണം 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ സൺസെറ്റൊക്കെ ആയി കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. എനിക്ക് ഭയങ്കര റിലാക്സിങ് അല്ലെങ്കിൽ ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. Oh my god, this view is so beautiful. കുറച്ച് നേരം നമ്മൾ തുഴഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ആമ്പലിൻ്റെ സ്ഥലത്തേക്ക്. പക്ഷെ ആമ്പലുണ്ടായിരുന്നില്ല, ആമ്പലിൻ്റെ ഇലകളായിരുന്നു. ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 350 rupees ആണ്. അതിൽ ഫോട്ടോസും ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് അവർ നമുക്ക് ഫോട്ടോസ് എടുത്ത് തരും. ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും ഇടത്തിലും വടത്തിലൊക്കെ കുറച്ച് ബാഡാണ്. കാരണം എനിക്കത് ഭയങ്കര പാട്. എനിക്ക് കുറച്ച് ടൈം വേണം അത് പ്രോസസ്സ് ചെയ്യാൻ. ഇവിടെ പക്ഷേ അങ്ങനെയില്ല, നമ്മൾ പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യണം. പക്ഷെ എനിക്കത് പ്രോസസ്സ് ചെയ്ത് വരാൻ ലെഫ്റ്റും റൈറ്റും ഇടത്തും വലത്തൊക്കെ പ്രോസസ്സ് ചെയ്ത് വരാൻ എനിക്ക് കുറച്ച് ടൈം വേണം. കിളികളുടെ കളകളായം കേട്ടോ? താങ്കൾ കേട്ടോ? എങ്ങനെയുണ്ട്? അമ്മേ കുടുങ്ങി, എൻ്റെ കൈയൊക്കെ കുടുങ്ങി ഗൈസ്. നമ്മുടെ അപ്പൂൻ്റെ കൈയൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ട്. കുഴപ്പമില്ല, കണ്ടോ? പോട്ടെ, റൈറ്റ് പോട്ടെ. എന്തൊരു ഉഷാറില്ലാത്ത തുഴയങ്ങോട്ട്.
ആ ട്രാഫിക് ജാം വേറൊന്നും ആയിരുന്നില്ല, നമ്മുടെ ഇൻസ്ട്രക്ടർ അവിടെ എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. ആൻഡ് അവർ ഐഫോണിലാണ് ഫോട്ടോസ് എടുക്കുന്നത്, എന്നിട്ട് അവർ നമുക്കെല്ലാം ഷെയർ ചെയ്ത് തരും. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് മാത്രമല്ല, നമ്മുടെ ഇൻഡിവിജ്വൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവരിങ്ങനെ വന്ന് നമുക്ക് എടുത്തു തരും. സൺസെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്, പക്ഷേ ദാറ്റ് വാസ് അമേസിങ്. നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇടിച്ചു നിർത്തി, പിടിച്ചല്ല ഇടിച്ചാണ് നിർത്തിയത്. നല്ല കാറ്റുണ്ട്. പക്ഷേ എന്തായാലും ബാംഗ്ലൂർ ട്രൈ ചെയ്യേണ്ട ഒരു തന്നെയാണ് കായാക്കിംഗ്. നല്ല വർത്താണ്. ഒരു 1 hour എൻജോയ് ചെയ്യാം. നല്ല സെറ്റപ്പാണ്. പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്പോട്ടല്ല, ഇങ്ങനെ കുറേ മരങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ. ആൻഡ് ഇപ്പോൾ അത്ര വലിയ തിരക്കില്ല. എനിക്കൊന്നും ഇതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നല്ല തിരക്കാവും, കുറച്ചുകൂടെ റേറ്റ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. 1 hour ആയിരുന്നു നമ്മുടെ ടൈമെങ്കിലും നമ്മളതിൻ്റെ മേലെ ചെയ്തു. ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളിതവിടെ കഴിഞ്ഞിറങ്ങി. നമ്മളിതാ നമ്മുടെ ലൈഫ് ജാക്കറ്റ് പോരി, അയ്യോ എൻ്റെ കണ്ണട പോയി, ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി നമ്മുടെ ആയുധങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ലൈഫ് ജാക്കറ്റും കയാക്കൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഇൻ കേസ് നമുക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പോർട്ടബിൾ വാഷ്റൂംസ് ഉണ്ട്. പക്ഷെ നമ്മൾ നനഞ്ഞിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തില്ല. കാലിലൊക്കെ ചെറിയൊരു വേദന ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പം നമ്മളിതാ നമ്മുടെ കാക്കിങ് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി. തിരിച്ച് വരാൻ തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നമുക്ക് അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. കാരണം നമ്മൾ എടുത്ത ടൈമും ഭയങ്കര അടിപൊളി ടൈമാണ്. ലൈക്ക് 5 to 6 ആണ് എടുത്തത്. കറക്റ്റ് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റി. അങ്ങനെ ഭയങ്കര കിടിലനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഇവിടെ അധികം റഷില്ല. എനിക്കൊന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്താണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് വലിയ റഷൊന്നുമില്ല, അധികമായിട്ടില്ല. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഇങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടെ നല്ല റഷ് ഉണ്ടാവും. ഇത് അത്ര റഷൊന്നുമില്ല, ഒരു ഡീസൻ്റ് ആയിരുന്നു, അധികം കുഴപ്പമില്ല. ആൻഡ് യെസ്, പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത് ഒരാൾക്ക് 350 rupees ആണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാനുള്ള സ്കാനർ ഉണ്ട്. സ്കാനറുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യണ സ്ലോട്ട് ഫുള്ളായി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ആദ്യം ബുക്ക് ചെയ്ത് തരുന്നതാണ് നല്ലത്, പ്രീ ബുക്ക് ചെയ്ത്. യെസ്, പ്രീ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഒരാൾക്ക് 350 rupees ആണ്, പക്ഷെ വർത്ത് ഇറ്റ്. ഇത് കണ്ടോ, ഇതിലേക്കാണ് നമ്മളിങ്ങനെ കയാക്കും തുഴഞ്ഞിങ്ങനെ പോയത്. പിന്നെ ഇവിടുത്തെ ടൈം നമ്മൾ ചൂസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്. ഒരു 4 to 6 അല്ല, അങ്ങനെയല്ല, 4 to 5 ഒരു സ്ലോട്ട്, പിന്നെ 5 to 6 ഒരു സ്ലോട്ട്. അപ്പം ഇതിലേതെങ്കിലും, ഞങ്ങളെടുത്തത് 5 to 6 ആയിരുന്നു. ആൻഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. യെസ്, സത്യം പറഞ്ഞാൽ നമ്മളിത് പ്രീ പ്ലാൻ ചെയ്തൊരു കാര്യമൊന്നും ആയിരുന്നില്ല. ഇന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എപ്പോഴും. അതുപോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ആൻഡ് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്കിങ്ങനെ സാറ്റർഡേ ഒക്കെ അല്ലേ, എനിക്കിങ്ങനെ വീട്ടിൽ ചുമ്മാ ഇങ്ങനെ കിടന്ന് എനിക്കങ്ങനെ ഇരിക്കാനായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. പക്ഷേ ചില ആൾക്കാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വന്നത്. ആൻഡ് ഐ ഫീൽ ദാറ്റ് വാസ് എ ബെസ്റ്റ് ഡെസിഷൻ. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 35 kilometers ഉണ്ട്. ആൻഡ് യെസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. Until next video, bye bye. Say bye.